ഈ ദേവദാസിന്റെ വീട് എവിടെ? ഈ സ്ട്രീറ്റിലൂടെ കുറച്ചു ദൂരം നടന്നാൽ മതി, പക്ഷെ വണ്ടി പോവില്ല. ചെറുക്ക, നീ ആ ദേവദാസിന്റെ വീടൊന്ന് കാണിച്ചു കൊടുക്കുക. നിർത്തണം. അതാണ് ദേവദാസ് അണ്ണന്റെ വീട്. ഈ ദേവദാസ് ആരാ? ഞാനാ. നിങ്ങൾ ഭാനുവിന്റെ ഫാദറാ. അങ്കിൾ വരണം. ഇരിക്കും, ഒരു നിമിഷം. മൊത്തം പൊടിയാ. താങ്ക് യു. ഇരിക്കണം. കോഫി, ടീ, സർബത്ത്, ലസ്സി. നിനക്കിഷ്ടമായ കളസോടെ താഴത്തെ കടയിൽ പറഞ്ഞിട്ടാ വന്നത്. നോക്കൂ, ഭാനു എന്നാ എനിക്ക് ജീവനേക്കാൾ ഇഷ്ടമാണ്. ഒരിക്കലും എന്നോട് ആലോചിക്കാതെ അവൾ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അവൾക്ക് ഫ്രീഡം നൽകിയത്. എന്റെ മോള് പ്രേമത്തിൽ പെട്ടെന്നറിഞ്ഞപ്പോ ആ പയ്യൻ എങ്ങനെയുണ്ടെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് ഞാൻ വന്നത്. ഈ ലൊക്കാലിറ്റിയിൽ നിന്നെയും കണ്ടതിന് ശേഷം ഞാൻ റിലാക്സ്ഡ് ആയി. എന്തുകൊണ്ടെന്നാൽ ഞാനും ഇങ്ങനെ തെളിമയിൽ നിന്ന് വന്നവനാണ്. ഇവിടെ നിന്നും വരുന്നവർക്ക് ഒരു ഫയർ ഉണ്ടാവും. ഉന്നതങ്ങളിൽ എത്തണമെന്ന വാശി ഉണ്ടാവും. ഉന്നതങ്ങളിൽ എത്തിയതിനു ശേഷം ആ പൊസിഷനെ നിലനിർത്തണമെന്ന അതിവാശി കൂടെ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഈ പണത്തിന്റെ വില അറിയാനാവൂ. ചേട്ടാ കളസോടാ. ഓ നിന്നെ എനിക്ക് ഇഷ്ടമായി. ഇന്നു മുതൽ നീ ഒരു അനാഥനേ അല്ല. എന്തായാലും പ്രേമം നിനക്കും ഉണ്ടാക്കിയല്ലോ ഒരു ബന്ധം. ഞാൻ എന്റെ അമ്മയോട് ആലോചിക്കാതെ ഒരു കാര്യവും ചെയ്യാറില്ല. നാളെ 11 മണിക്ക് നീ നിന്റെ ഫ്രണ്ട്സിനെയും വിളിച്ചോണ്ട് ഹോട്ടലിലേക്ക് വരണം. ശരി. ഡാഡി, These are all gifts for you. നീ എപ്പോഴെത്തി? Just now. എന്താ ഡാഡി, ഇറ്റ്സ് എ സർപ്രൈസ് വിസിറ്റ്. സർപ്രൈസ് ഒന്നല്ല മോളെ, 2. ഫസ്റ്റ് വൺ, നിന്റെ ദേവദാസിനെ എനിക്ക് ഇഷ്ടമായി. അത് ഞാൻ ഡാഡിയോട് പറയാന്ന് വിചാരിച്ചതാ. പേടിക്കണ്ടടാ. ഞാൻ വേണ്ടെന്ന് പറഞ്ഞ മോള് ഉപേക്ഷിക്കോ? വസന്തകാലം വന്നാ പൂകൾ പൂക്കും. പ്രേമവും അങ്ങനെയാണ്. അതാർക്കും തടയാൻ പറ്റില്ല. ദേവദാസ് പൗരുഷമുള്ള ഒരു ആൺകുട്ടിയാ. അത് ശരി, അമ്മയുടെ ബ്ലെസ്സിംഗ് കൂടെ ഉണ്ടല്ലേ. അത് ശരി. നീ എന്താ പെട്ടെന്ന് പറയാതെ ഇങ്ങോട്ട്? ഭാനുവിന്റെ ബർത്ത്ഡേ ഒക്കെ നമ്മൾ അതിമനോഹരമായി ആഘോഷിക്കാറുള്ളല്ലേ. ഇത്തവണ അങ്ങനെ ആഘോഷിക്കണ്ടേ? ഇപ്രാവശ്യം അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല മോളെ. അതുവരെ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. അവിടെ ഇലക്ഷൻ സ്റ്റാർട്ട് ആയില്ലേ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരാം. 1 വീക്ക് മ്യൂസിക് ക്ലാസ് ബ്രേക്ക് ചെയ്താൽ പ്രശ്നമൊന്നുമില്ല അല്ലേ മുത്തശ്ശി? നീ അങ്ങനെ പറയുന്നത് എനിക്ക് അറിയായിരുന്നു മോളെ. അതുകൊണ്ട് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. Tomorrow 1 o'clock ഫ്ലൈറ്റ്, 11 o'clock ചെക്കിംഗ്. അയ്യോ ഡാഡി, ഇക്കാര്യം ദേവദാസിനോടൊന്ന് പറയണമായിരുന്നു. ഞാൻ പറഞ്ഞു കഴിഞ്ഞു മോളെ. ദേവദാസിനെ കണ്ടിട്ടാ ഞാൻ വരുന്നത്. ഹലോ, ആരാ? ഞാനാ, ദേവദാസ്. ഒരു മിനിറ്റ് മോനെ, ദേവദാസാ സംസാരിക്കുന്നേ. ഡാഡി, ദേവ്, ഒരു ഹാപ്പി ന്യൂസ് പറയാനുണ്ട്. അതെന്താണെന്ന് എനിക്കറിയാം. നാളെ രാവിലെ ഞങ്ങള്. ബാനോ, എന്തിനാ മോളെ നാണിക്കുന്നത്? ഇങ്ങതാ. ദേവദാസ്, ഞാൻ പറഞ്ഞില്ലേ ടൈം തെറ്റിക്കാതെ അങ്ങ് വന്നേക്ക്. ഓക്കെ അങ്കിൾ. ബൈ. നാളെ 10 മണിക്ക് നിന്നെ സെൻഡ് ഓഫ് ചെയ്യാനേ അവൻ വരും മോളെ. താങ്ക് യു ഡാഡ്. ദേവദാസ് 10 മണിക്ക് വരാന്ന് പറഞ്ഞിട്ട് 10:30 ആയല്ലോ. ഇനി കണ്ടില്ലല്ലോ മോളെ. അതാ ഡാഡി ഞാനും നോക്കുന്നത്. വെറുതെ ടെൻഷൻ ആകാതെ മോളെ. അമേരിക്ക ചെന്ന് ഉടനെ ഫോണിൽ സംസാരിക്കാം. ലെറ്റ്സ് ഗോ. ഇറ്റ്സ് ടൈം ഫോർ അവർ ഫ്ലൈറ്റ്. 10:35 ഈ സമയത്ത് അവൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടേ ഉണ്ടാവൂ. Come on, go. കറക്റ്റ് അവൻ ഈ ടൈമിന് ഹോട്ടലിൽ വന്നിട്ടുണ്ടാവും. Attention, gacked up as a nation. Got some Greek, you on the lake, it's a dirt for. Between you and me, you can hide, you can lie. Shame on. ഹായ്. ഓ, ഹോട്ടലിൽ വരാന്ന് പറഞ്ഞിട്ട് ഇവിടെയാണോ വരുന്നത്? എത്ര ടെൻഷൻ അനുഭവിച്ചെന്നറിയോ? ചില കാര്യങ്ങൾ പറയുന്ന പോലെ ചെയ്യരുത്, എന്നാലല്ലേ ഒരു ത്രില്ല് അല്ലേ അങ്കിൾ? അതെ മോനെ, നീ രാവിലെ വരാന്ന് പറഞ്ഞതല്ലേ. നീ വന്നുമില്ല. പിന്നെ ഫ്ലൈറ്റ് ടൈം ആയാലും ഞങ്ങൾ കുറച്ച് ടെൻഷനിലായി പോയി. മനു, നിങ്ങൾ രണ്ടുപേരും പോയി ബോർഡിംഗ് പാസ് എടുക്കുക. അതിനിടയിൽ എനിക്ക് ദേവദാസിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്. ഗോ 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 ഗോ.